ഡോക്ടർ പറഞ്ഞതുപോലെ 25 പേർക്ക് ചിലപ്പോൾ അത് ആവശ്യം വരുള്ളൂ കീമോ. പക്ഷെ നമ്മൾ ആ 100 പേർക്ക് കീമോ കൊടുക്കുന്നത് ഫ്യൂച്ചറിൽ അത് തിരിച്ചു വരാതിരിക്കാനും കൂടിയാണ് എന്ന് ആണ്. ഫ്യൂച്ചറിൽ തിരിച്ചു വരാതിരിക്കാനാണ്. നമ്മളതിന്റെ മെഡിക്കൽ ടേം എന്താ വെച്ചാൽ അഡ്ജുവന്റ്, അഡ്ജുവന്റ് കീമോ എന്നാ പറയാ. ദാറ്റ് കീമോ ഇസ് ഗിവൺ ടു പ്രിവെന്റ് ക്യാൻസർ കമ്മിങ് ബാക്ക്. മോഡറേറ്റ് വെരി ഹെവി കീമോ എന്നല്ല ഇത്, ഒരു ഷോർട്ട് കോഴ്സ് കീമോ. അപ്പം ആയുർവേദം എടുത്ത് അവരെ ക്യാൻസർ വന്നില്ല എന്ന് പറഞ്ഞത് ഇറ്റ് ഈസ് നോട്ട് ബിക്കോസ് ഓഫ് ദ ആയുർവേദ. ദ ക്യാൻസർ വാസ് ഓൾറെഡി ക്യൂർഡ്, റൈറ്റ്? പ്രശ്നം എന്താ വെച്ചാൽ ഇത് കേട്ടിട്ട് ഒരുപാട് ആൾ പോയാൽ some of those people who would have benefited from chemo wouldn't have gotten chemo. As a society, that is bad, right? For an individual patient, it may be okay. He may be among the lucky one to begin with. ആ ഒരു തരത്തിലുള്ള ജനറലൈസേഷൻ പറ്റില്ല. 100 ഇങ്ങനത്തെ ഒരു പേഷ്യൻ്റ് വന്നാൽ I know 75% of them ഞാൻ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നും വരില്ല. 25 ആൾക്ക് ഞാൻ കീമോ കൊടുത്താൽ അവർ രക്ഷപ്പെടും. പക്ഷെ ഏർലി സ്റ്റേജിൽ എനിക്ക് അറിയില്ല ഈ കീമോ കൊടുക്കേണ്ട 25% ആരാണെന്ന്, റൈറ്റ്? അപ്പോൾ ഈ സ്റ്റേജിൽ ക്യൂറബിൾ ആണ് ക്യാൻസർ. അപ്പം സേഫസ്റ്റ് തിങ് ടു ഡു ഈസ് ട്രീറ്റ് എവറിബഡി. വി ഡോണ്ട് നോ വിച്ച് ഓഫ് ദിസ് പേഷ്യൻസ് വിൽ ബെനിഫിറ്റ്, ബട്ട് വി നോ ദേ വിൽ ബെനിഫിറ്റ്. നമ്മൾ ഇപ്പോൾ 1000 പേഷ്യൻസിന് കീമോ കൊടുത്തു, 1000 പേഷ്യൻസിന് കീമോ കൊടുത്തില്ല, അവരെ 10 കൊല്ലം ഫോളോ ചെയ്തിട്ട് വാട്ട് വി ഫൈൻഡ് ഈസ് ദ കീമോ കൊടുത്ത പേഷ്യൻസ് 98% of them were alive at 10 years. Chemo കൊടുക്കാത്തത് only 70% was alive at 10 years. So at this point, you know, modern medicine is the only treatment that actually helps to put you on the 70% graft to 98% graft. സ്റ്റേജ് 4 ഒരു രോഗി ആയുർവേദത്തിലോ ഹോമിയോയിലോ മറ്റേതെങ്കിലും ചികിത്സാ രീതിയിൽ അവർ പോവുകയാണെങ്കിൽ 1% ക്യൂറബിലിറ്റിയുടെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ടോ? സ്റ്റേജ് 4 ഡോക്യുമെന്റഡ് ആയിട്ടുള്ള ക്യാൻസറിൽ പണ്ട് നമ്മൾ ഇൻക്യൂറബിൾ ആയിരുന്നു എന്ന് പറയാം. ഇമ്മ്യൂണോതെറാപ്പി ഒക്കെ വെച്ചിട്ട് സ്റ്റേജ് 4 ഈസ് നോ ലോങ്ങർ കൺസിഡേർഡ് ഇൻക്യൂറബിൾ. ഇമ്മ്യൂണോതെറാപ്പി ഈസ് വൺ ഓഫ് ദ അമേസിംഗ് ന്യൂ ഇൻവെൻഷൻസ്. ഈ ബോഡിയുടെ ഇമ്മ്യൂൺ സിസ്റ്റം വെച്ചിട്ട് ക്യാൻസറിനെ അറ്റാക്ക് ചെയ്യുന്നത്, അത് വെച്ചിട്ട് ദർ ആർ പേഷ്യൻസ് ഹു ആർ ഫങ്ഷണലി ക്യൂർഡ് ഇൻ സ്റ്റേജ് 4. ഇനി സ്റ്റേജ് 4 വെച്ചിട്ട് ആൾട്ടർനേറ്റീവ് മെഡിസിൻ വെച്ച് ക്യൂർ എന്ന കഥകൾ, റൈറ്റ്? ഐ ഹാവ് സീൻ ഒക്കേഷണൽ കേസസ് ലൈക്ക് ദാറ്റ്. Assuming it is absolutely true, well documented, PET scan ഉണ്ട്, ബയോപ്സി ഉണ്ട്, അവർ മോഡേൺ മെഡിസിൻ എടുത്തിട്ട് ക്യാൻസർ പ്രോഗ്രസ് ചെയ്തു, എന്നിട്ട് എവിടെയെങ്കിലും പോയിട്ട് വല്ലതും ചികിത്സ ചെയ്തിട്ട് മാറി എന്നുള്ളത് ഒരു കഥ, റൈറ്റ്? അത് if it is an absolutely well documented, then there is the only explanation is there is a rare entity called spontaneous remission of cancer.